ഹായ്, അപ്പം വെൽക്കം ടു മൈ ചാനൽ. കുറേ നാളെ ഞാൻ വീഡിയോസ് ഇട്ടിട്ട്, ലോങ് വീഡിയോസ് എനിക്ക് തോന്നുന്നു കുറേ നാളെ ഇട്ടിട്ട്. കഴിഞ്ഞ വർഷം 2, 3, 4 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വർഷം എനിക്ക് കുറച്ചും കൂടെ വീഡിയോസ് ഇടണം എന്ന ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പം നമ്മൾ ജർമ്മനിയിലാണ്, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നമ്മളെ വീടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് ഇവിടെ പണി നടക്കുകയാണേ. അപ്പോൾ ഭയങ്കരമായ ഒച്ചയൊക്കെ കേൾക്കാം. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെന്താണിതെന്ന്. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വീട് പണിയുന്നത്. മൊത്തവും പ്ലൈവുഡ് പോലത്തെ ഒരു വുഡ് വെച്ചിട്ടാണ് മൊത്തം പണിഞ്ഞേക്കുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളവിടുത്തെ പോലെ സിമെൻറ്റും ഇഷ്ടികയൊന്നുമില്ല. കംപ്ലീറ്റ്ലി ഇതുപോലെ പ്ലൈവുഡ് വെച്ചിട്ട് അവർ ഇങ്ങനെ ഫുൾ വീടും ഇങ്ങനെ പണിഞ്ഞത്. 2 ദിവസത്തിനുള്ളിൽ വീട് പെട്ടെന്ന് പണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഭയങ്കര ബഹളമാണ്. എനിക്ക് അത്രയും നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് ബാക്കി ഞാൻ വിശേഷങ്ങൾ പറയാം. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് വന്നു. ആ ശബ്ദത്തിൻ്റെ ഇടയിൽ നിങ്ങൾ കാക്കയുടെ ശബ്ദം കേട്ടോ എന്ന് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ജർമ്മനിയിൽ കാക്കയുണ്ട് കേട്ടോ. നമ്മളെ ഇന്ത്യയിൽ കാണാൻ പറ്റുന്നൊരു കാര്യം ജർമ്മനിയിൽ കാണാൻ പറ്റുന്നു എന്ന് പറയുന്നത് കാക്ക മാത്രമാണ്. നമുക്ക് കാക്ക ഇവിടെയുണ്ട് കേട്ടോ. ഈ വീഡിയോയിലെ ടൈറ്റിൽ നിങ്ങളെല്ലാം കണ്ടു കാണും. സ്പെയിനും ജർമ്മനിയും ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, കുറേയും കൂടെ താമസിക്കാൻ നല്ല സ്ഥലം ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ചെറുതായിട്ടൊരു 6-7 മാസം ആവുന്നേ ഉള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. നമുക്കൊരു സ്ഥലം മനസ്സിലാക്കി വരാൻ കുറേയും കൂടെ നമുക്ക് സമയമെടുക്കും. അതെല്ലാം ശരിയാണ്. പക്ഷെ സ്റ്റിൽ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഈ കോലത്തിരിക്കുന്നത് മീനാക്ഷി ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓടി വന്ന് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നീണ്ടുപോകും, എടുക്കുന്ന ചിലപ്പോൾ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്, ഡ്രസ്സ് പോലും മാറ്റാണ്ട്. എന്തായാലും ഇങ്ങനത്തെ ക്ലോത്തിങ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇപ്പം 2 ഡിഗ്രിയാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും 2 ഡിഗ്രിയൊക്കെ ഒരു തണുപ്പ് എന്നൊക്കെ പറയാൻ പറ്റുമോ? പല സ്ഥലങ്ങളിലും -ഡിഗ്രിയിലേക്കൊക്കെ വരെ പോകുമ്പോൾ ശരിയാണ്. ഇപ്പം കാനഡയും അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള ഫിൻലാൻഡ്, നോർവേ, അവിടെയൊക്കെ ഫുൾ ടൈം ഭയങ്കരമായ കട്ടി സ്നോയും റോഡിലൊക്കെ സ്നോ നിറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അവർ താമസിക്കുന്നത്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം ഇത് സ്വർഗമാണെന്ന് വേണം പറയാൻ. എക്സ്പെഷ്യലി ജർമ്മനിയിൽ കൊളോണിൽ വലിയ സ്നോയും കാര്യങ്ങളും ഇല്ല. ബട്ട് സ്റ്റിൽ ഇന്ത്യയിലെ ടെമ്പറേച്ചർ വെച്ച് നോക്കുമ്പോൾ ഇതൊരു തണുപ്പാണ് എന്ന് നമുക്ക് പറയാം. പിന്നെ കമ്മിങ് ടു ദ പോയിന്റ്, സ്പെയിനും ജർമ്മനിയുമായിട്ടുള്ള ബേസിക് ഡിഫറൻസ്. ആദ്യം തന്നെ പറയേണ്ട ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് സ്പെയിനിൽ സൂര്യനുണ്ട്, ജർമ്മനിയിൽ സൂര്യനില്ല. അത് ഇത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ടോ, എന്തുമാത്രം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ മലയാളി അസോസിയേഷനിൽ നമ്മൾ ഈ പരിപാടിക്കൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്ന ആൾക്കാരൊക്കെ പറയുമായിരുന്നു ഇവിടെ എല്ലാം ഓക്കെയാണ്, പക്ഷെ വിൻ്റർ ടൈം ആകുമ്പം ഈ സൺലൈറ്റ് കാണാതെ നമുക്കൊരു ഡിപ്രഷൻ ഫീലിംഗ് പോലെ വരും, വിറ്റാമിൻ ഡി കുറയും, അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും പറഞ്ഞു. നമുക്ക് നല്ലോണം ഫീൽ ചെയ്തു നന്നായിട്ട്. കാരണം ഭയങ്കര ഒരു സൺലൈറ്റ് ഇല്ലാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു മൂകത തന്നെയാണ്. പിന്നെ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ എൻഡ് ടു മാർച്ച് എൻഡാണ്. ഇപ്പോഴൊക്കെയാണ് അതിൻ്റെ പീക്ക് സമയം, ജനുവരി, ഫെബ്രുവരി ഒക്കെ. പക്ഷെ സംഹവ് നമ്മൾ ആദ്യത്തെ വിൻ്റർ ഇവിടെ ഓവർകം ചെയ്ത് വന്നു. വിറ്റാമിൻ ഡി ഒക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ വിഷു ഇല്ലാണ്ട് അത് പോയി. പിന്നെ അസുഖത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ജലദോഷം അല്ലെങ്കിൽ ഫ്ലൂ പോലത്തെ അസുഖങ്ങളൊക്കെ നമ്മളെ തേടി വന്നിട്ടുണ്ടായിരുന്നു. ജാക്കറ്റൊക്കെ ഒന്ന് ഊരി ഇപ്പോഴാണ് എനിക്കൊന്ന് ശ്വാസം കിട്ടിയത്. എന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് അകത്തേക്ക് വന്നപ്പം ഭയങ്കര ഒരു ചൂട് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ജാക്കറ്റ് പതുക്കെ അങ്ങ് റിമൂവ് ചെയ്തു. പിന്നെ ഇത് വെറും ഷോയ്ക്ക് ഇട്ടിരിക്കുകയാണ്, വെറും ഷോയ്ക്ക് വേണ്ടി. അപ്പം കമ്മിങ് ടു ദ പോയിന്റ്, ഞാൻ പറഞ്ഞു വന്നത് ഫ്ലൂവും നമുക്ക് ജലദോഷവും ഒക്കെ വന്നു. അതങ്ങനെ അങ്ങ് പോയി. മീനാക്ഷി സ്കൂളിൽ നിന്ന് ഒരു അസുഖം കൊണ്ടുവരും, പിന്നെ അത് ഞാൻ കയ്യിലേറ്റ് മേടിക്കും, പിന്നെ ഞാൻ കിടപ്പാവും.
ശംഭുചേട്ടൻ അങ്ങനെ എഫക്റ്റ് ചെയ്യാറില്ല, പക്ഷെ എഫക്റ്റ് ആയിക്കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അസുഖം ഫുള്ളി റിക്കവറായി വരാൻ. രണ്ടാമത്തെ കാറ്റഗറിയിൽ നമുക്ക് പറയാവുന്നത് ഇവിടുത്തെ സ്കൂളിംഗ് സിസ്റ്റമാണ്. ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. എനിക്ക് തോന്നുന്നു സ്പെയിൻ കുറച്ചും കൂടി ഇന്ത്യയായിട്ട് ബന്ധമുണ്ട്. എന്നുവെച്ചാൽ സ്പെയിനിൽ പഠിപ്പിക്കുന്ന ഒരു രീതിയും ഏകദേശം ഇന്ത്യയിലെ പോലെ തന്നെയാണ്. പക്ഷെ അത്രയും അത്രയും വോളിയം ഇല്ല പഠിക്കാൻ. പക്ഷെ എന്നാൽ പോലും കിൻഡർ ഗാർഡൻ, റിസപ്ഷൻ എന്ന് പറയും. അതുപോലെ നമ്മളുടെ LKG UKG ആ സിസ്റ്റമിന് അവർ പ്രിപ്പറേറ്ററിയും പിന്നെ കിൻഡറോ അങ്ങനെ എന്തൊക്കെയോ ആണ് അവർ പേര് ഇട്ടേക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളവിടെ തന്നെ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ്, ഫോർത്ത് സ്റ്റാൻഡേർഡ് പോലെ ഫോം 1 ഫോം 2 എന്ന് പറഞ്ഞാൽ അങ്ങ് ഫോം 4 വരെ പോകും. അങ്ങനെ തന്നെയായിരുന്നു സ്പെയിനിൽ. മീനാക്ഷി ഏകദേശം അവൾ P4 വരെ എത്തിയതാണ്. എന്ന് വെച്ചാൽ കിൻഡർ ഗാർഡനിൽ നിന്ന് LKG വരെ കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ജർമ്മനിയിലേക്ക് വന്നത്. ഇവിടുത്തെ സ്കൂളിംഗ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. 0 to 6 years വരെ ഇവിടെ കീറ്റ ആണ് പറയുന്നത്, കിൻഡർ ഗാർഡൻ. അത് വേണമെങ്കിൽ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വേണമെങ്കിൽ കീറ്റയിൽ പോയാൽ മതി, നമ്മളിവിടുത്തെ ഡേ കെയർ പോലെ. പക്ഷേ 6 yearsന് ശേഷമുള്ള എഡ്യൂക്കേഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഇപ്പം മീനാക്ഷി ഈ ഒരു സെപ്റ്റംബർ തൊട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ പോവുകയാണ്. മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാം പഠിപ്പിക്കുന്നത് ജർമ്മനിലായിരിക്കും. അവൾ കുറച്ചൊന്ന് സ്റ്റാർട്ടിങ്ങിൽ സഫർ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നു പഠിച്ചു വരാൻ. അത് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. ഇവിടെ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ടേ ഉള്ളൂ. 8 വയസ്സാവണം പിള്ളേർക്ക്, എന്നാൽ മാത്രമേ അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയുള്ളൂ. അപ്പോഴേ ABCD പോലും പഠിപ്പിക്കത്തുള്ളൂ. പിന്നെ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. സ്പെയിനിലൊക്കെ കുറച്ചും കൂടി ഈസി ആയിരുന്നു, ഇവിടെ അങ്ങനെയല്ല, ഭയങ്കര പാടാണ്. നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള സ്കൂളിൻ്റെ അവിടെ ആപ്ലിക്കേഷൻ ഇടാൻ ഗവൺമെൻറ്റും കൂടെ നമുക്ക് അലൗട്ട് ചെയ്യും സീറ്റ്. അങ്ങോട്ട് നമ്മൾ അവിടെ പോയി ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. 2 സ്കൂളിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് സ്കൂളിലാണോ കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ് വച്ചിട്ട് അവർക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവരവിടെ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ കുറച്ച് സിസ്റ്റം വേറെയാണ്. അപ്പം ഈ ഒരു മെയ് വരെ നമുക്ക് ഏത് സ്കൂളിലാണ് മീനാക്ഷി പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയില്ല. അത് അവർ അലൗട്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പം ലെറ്റ്സ് ഹോപ്പ് അവർക്ക് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമെന്ന്. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ ആൾക്കാരാട്ടോ. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര എപ്പോഴും ഒരു മുഖത്തൊരു പ്രസരിപ്പ് കുറച്ച് കുറവാണ്, ഭയങ്കര സീരിയസ് ആണ്. സ്പെയിനിലെ ആൾക്കാർ അങ്ങനെയല്ല, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ എവിടെ കണ്ടാലും നമുക്കിപ്പോൾ അൺനോൺ ഒരു ആൾക്കാർ നമ്മുടെ റോഡിൽ ഓപ്പോസിറ്റ് നടന്നു പോയാൽ പോലും ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് ചിരിക്കും. നമ്മുടെ ഇന്ത്യയിലും ശരിക്കും അങ്ങനെയാണ്. നമുക്കിപ്പോൾ അറിഞ്ഞൂടാത്ത ആൾക്കാർ പോയാലും അവർ നമ്മളെ നോക്കി ചിരിച്ചാൽ നമ്മൾ ഡെഫിനറ്റ്ലി തിരിച്ചു ചിരിക്കും. ഇവിടെ പക്ഷെ ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആൾക്കാർക്ക്, ഭയങ്കര ഗൗരവമാണ്, ഒരു രക്ഷയില്ല. കുറേ പ്രാവശ്യമൊക്കെ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ പോസ്റ്റാവും. പിന്നെ അവരുടെ ഒരു രീതി തന്നെ അതാണെന്ന് തോന്നുന്നു എനിക്ക്. ചിരിക്കാൻ കുറച്ച് റിസർവ്ഡ് ആണ് ഇവിടെയുള്ള ആൾക്കാർ. ഞാൻ കേട്ടിട്ടുള്ളത് ജർമ്മനിയിൽ കൊളോണിലുള്ള ആൾക്കാരാണ് കുറച്ചെങ്കിലും ചിരിക്കുന്നതെന്നാണ്. അല്ലാത്ത ആൾക്കാർ ഇതിനും കാട്ടി സീരിയസ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഞാനത് എന്താണെന്ന് ആ ഒരു അവസ്ഥ ആലോചിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സീരിയസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പറ്റുമോ എനിക്കറിഞ്ഞൂടാ. എന്തായാലും അതാണ് എനിക്ക് മൂന്നാമത് പറയാനുള്ളൊരു കാര്യം. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ഒന്നാമത് ഇന്ത്യയെ പോലത്തെ ഇത്രയും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ സ്പെയിനിൽ നിന്നപ്പോൾ എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പിന്നെ പറയാനുള്ള നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമാണ്. അയ്യോ എൻ്റെ ദൈവമേ, ഇത്രയും മോശമായിട്ടൊരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയില്ല. സ്പെയിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശമാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. സ്പെയിനിൽ ഭയങ്കര നല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. നമ്മൾ ബാർസലോണ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഞാൻ നടന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല എവിടെയെങ്കിലും പോകാൻ വേണ്ടി. ഇപ്പം ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിൽ പോയിട്ട് നടക്കുന്നത് വേറെ, പക്ഷെ നമ്മളൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി നമ്മൾ ഒരുപാട് എക്സേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എനർജി, എസ്പെഷ്യലി ട്രാൻസ്പോർട്ടേഷന്. ബസ് വന്നാൽ വന്നു, ട്രെയിൻ വന്നാൽ വന്നു. ബിക്കോസ് നമുക്കിപ്പം പ്രൈവറ്റായിട്ട് നമുക്ക് കാറോ അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റായിട്ടൊരു വാഹനമോ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് യാത്ര ചെയ്യാൻ. എന്ന് വെച്ചാൽ ഓഫീസിലും സ്കൂളിലും ഒക്കെ പോകുന്നവർ ഈ ബസ്സും ട്രാമും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. നമ്മൾ എത്രയൊക്കെ നേരത്തെ ഇറങ്ങിയാലും ചിലപ്പോൾ ട്രെയിൻ കാണത്തില്ല, ചിലപ്പോൾ ട്രാം കാണത്തില്ല. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും. ആ അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം. പിന്നെ അഞ്ചാമത്തെ കാര്യം പറയാനാണെങ്കിൽ ഇവിടെ റെൻറ്റിങ് കാര്യങ്ങളും സ്പെയിനിലും കാട്ടി കുറച്ച് ഡിഫറൻസ് ഉണ്ട്.
അത് എനിക്ക് തോന്നുന്നു ബ്രോക്കറും അല്ലെങ്കിൽ ഓണറിനെയും ഡിപ്പെൻഡ് ചെയ്തും കൂടി ഇരിക്കുമായിരിക്കും. പക്ഷെ എന്നാലും ഇവിടെ സ്പെയിനിൽ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അതിപ്പം പ്ലംബിംഗ് പ്രശ്നമായിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, നമ്മളതിപ്പോൾ ഓണറിനെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്രോക്കറിനോട് നമ്മൾ അറിയിക്കുകയാണെങ്കിൽ അവരപ്പം തന്നെ അവർക്കറിയാവുന്ന ആളെ നമുക്ക് വിട്ടുതരും. അവർ വന്നു ശരിയാക്കുന്നു പോകുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് താക്കോല് തരുന്ന ദിവസം തൊട്ട് ആ വീട് നമ്മളുടെയാണ്. അത് നമ്മളിനിപ്പോൾ താക്കോല് തിരിച്ചു കൊടുക്കുന്നവരെ ആ വീട് നമ്മളുടെയാണ്. അതിലിവിടുത്തെ ഒരു കാര്യവും ഓണർ അന്വേഷിക്കാനോ ഇടപെടാനോ വരത്തില്ല. അവർക്ക് കറക്റ്റായിട്ട് മന്ത്ലി അവരുടെ പേയ്മെൻറ്റ് വേണം, അത്രയേ ഉള്ളൂ. പക്ഷെ സ്പെയിനിൽ അങ്ങനെയല്ലായിരുന്നു. അതെനിക്കൊരു മേജർ ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ്. 6ാമത്തെ പോയിന്റ് പറയാനാണെങ്കിൽ വൃത്തിയുടെ കാര്യമാണ് കേട്ടോ. സ്പെയിനിൽ ഭയങ്കര വൃത്തിയായിരുന്നു. നമ്മൾ മെട്രോ സ്റ്റേഷനിലായിക്കോട്ടെ ഭയങ്കര ക്ലീനായിട്ട് കിടക്കും. പിന്നെ വേണ്ടാത്ത സ്മെല്ലുകളൊന്നുമില്ല. പക്ഷെ ഇവിടെ ആണെങ്കിൽ നേരെ തിരിച്ചാണ്. മെട്രോ സ്റ്റേഷനിലൊന്നും നമുക്ക് പോയി കുറച്ചു നേരം പോലും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ശരിക്കും ഛർദ്ദിക്കാൻ വരും. കാരണം അവിടുത്തെ ലിഫ്റ്റിലും ഒക്കെ ഭയങ്കര യൂറിൻ്റെ സ്മെല്ലാണ്. പിന്നെ കഞ്ചാവിൻ്റെ സ്മെല്ലും ഉണ്ട്. ഒരുമാതിരി നമുക്ക് ശരിക്കും സഹിക്കാൻ പറ്റത്തില്ല. എക്സ്പെഷ്യലി മെട്രോൻ്റെ അകത്ത് കയറുമ്പോഴും അതെ, മെട്രോ സ്റ്റേഷൻ്റെ അകത്തും ട്രെയിനിൻ്റെ അകത്തും ഒക്കെ കുറച്ച് വൃത്തി കുറവാണ് വെൻ കമ്പയർ ടു സ്പെയിൻ. സ്പെയിനിൽ ഇപ്പോൾ ബാർസലോണയിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ മെഡ്രിഡിലും പോയിട്ടുണ്ട്. അവിടെയും ഇതുപോലെ നല്ല വൃത്തിയുള്ള സ്ഥലവും അന്തരീക്ഷവും ഒക്കെയാണ്. ഇവിടെ ഏക ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ പച്ചപ്പും ഇലയും ഒക്കെ കൂടുതലായതുകൊണ്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. വെളിയിൽ റോഡ് സൈഡിലെ കാര്യമൊക്കെ പറയാനാണെങ്കിൽ ഇവിടെ ട്രീസ് കൂടുതലാണ് സ്പെയിനിനെയും കാട്ടി. പക്ഷേ മെട്രോ സ്റ്റേഷൻ ശരിക്കും അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. ബിക്കോസ് ഓക്കെ, ഇവിടെ ആൾക്കാർ ചിലപ്പോൾ കൂടുതലായിരിക്കാം സ്പെയിനിലെയും കാട്ടി. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുവാണ്, കുറച്ചും കൂടെയൊക്കെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഭയങ്കര നാറ്റമാണ്. നമ്മളിങ്ങനെ ഷോളൊക്കെ വെച്ചിങ്ങനെ മൂക്ക് കവർ ചെയ്തിട്ട് വേണം നമുക്ക് ലിഫ്റ്റിലൊക്കെ പോകാൻ. അത്രയ്ക്ക് സ്മെല്ലാണ്. അപ്പം അതാണ് 6th പോയിന്റ്. ഒട്ടും വൃത്തിയില്ല ജർമ്മനിയിൽ. പിന്നെ 7ാമത് പറയാനുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നെറ്റ്വർക്കാണ്. അതിപ്പം ഫോണിൻ്റെ എല്ലാ നെറ്റ്വർക്കും, ഞാൻ ഉദ്ദേശിച്ചത് ബാങ്കിങ്ങിൻ്റെ ആപ്പിലൊക്കെ നമുക്ക് അപ്ഡേറ്റ്സ് വരുമല്ലോ. ഡിജിറ്റലി ഭയങ്കര പിറകിലാണെന്ന് എനിക്ക് ചില സമയം തോന്നും ജർമ്മനി. എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ അപ്ഡേറ്റ് ഇപ്പം നമ്മൾ ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷം ചില ദിവസങ്ങളിൽ നമുക്ക് വരുന്നത് 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അപ്ഡേഷൻ വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പൈസ ഒരു സ്ഥലത്ത് ചിലവാക്കി എന്നുള്ളത് നമ്മളിപ്പോൾ മൺഡേ ചിലവാക്കിയെങ്കിൽ ചിലപ്പം തേഴ്സ്ഡേ ആയിരിക്കും വരുന്നത്. അല്ലാതെ നമുക്ക് ആരെങ്കിലും ഇങ്ങോട്ട് പൈസ തന്നാലും അത് വരുമ്പോഴും ഇതേപോലെ ഒരു ദിവസം 3 ദിവസമൊക്കെ കഴിയും. ചിലപ്പോൾ രാത്രി, ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആയിരിക്കും വരുന്നത്. ഒരു സ്ഥിരതയില്ല അങ്ങനത്തെ കാര്യത്തിന്. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു പൈസ ചിലവാക്കി നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. സ്പെയിനിലും നല്ല രീതിയിലായിരുന്നു ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ബാങ്കിൻ്റെ ആപ്പ് വഴി അറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ ജർമ്മനിയിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെയാണ്. നമുക്ക് അറിയാനേ പറ്റത്തില്ല ബാങ്ക് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും ശരിയാക്കാത്തതെന്ന് ചോദിച്ചാൽ അതും ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് നമ്മൾ ചോദിക്കുന്ന എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി ചിലവാക്കിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ്സിൽ പോയി ചിലവാക്കിയാലോ എല്ലാം പേയ്മെൻറ്റ് വരുന്നത് ലാസ്റ്റ് ആയിരിക്കും. പൈസ പോയാലും മെസ്സേജ് ഒന്നും നമ്മൾ അറിയത്തോലുമില്ല. പിന്നെ നോക്കുമ്പോഴാണ് അറിയുന്നതും 2 ദിവസം 3 ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്, നമ്മളുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റാതെ ആവുക എന്ന് പറയുന്നത്. അങ്ങനെ പല പ്രശ്നങ്ങളും നെറ്റ്വർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട് നല്ലോണം. ഈ വീഡിയോയിൽ ഞാൻ ബേസിക്കലി സ്പെയിനും ജർമ്മനിയുമായിട്ടുള്ള ഡിഫറൻസ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാൻ ജർമ്മനിയെ ഒരിക്കലും കുറ്റം പറഞ്ഞതല്ല. എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റേതായ പ്ലസ് പോയിൻറ്റ്സും അതേപോലെ തന്നെ നെഗറ്റീവ്സും കാണുമായിരിക്കാം. പക്ഷെ സ്പെയിനിൽ ആ നെഗറ്റിവിറ്റീസ് പൊതുവെ കുറച്ച് നെഗറ്റീവ്സ് കുറവായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യുന്ന ഒരു സ്ഥലമാണെന്നും കൂടെ ഫീൽ ചെയ്തു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഒരു സ്ഥലമാണ്. പക്ഷേ മേ ബി സ്പെയിൻ വളരെയധികം നമുക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മേ ബി ഇൻ ഫ്യൂച്ചർ ജർമ്മനി നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം. ഇത് ജസ്റ്റ് ഒരു 8 monthsൻ്റെ ഒരു റിവ്യൂ പോലെയാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് 8 മാസം കൊണ്ട് ഒരു സ്ഥലത്തിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇറ്റ് ടേക്സ് ടൈം. അപ്പം ലെറ്റ്സ് സീ, ഇതെല്ലാം ചിലപ്പം ഇൻ ഫ്യൂച്ചർ ശരിയായി വരുമായിരിക്കാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുവാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു ഉഗ്രൻ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ.